എൻ്റെ ചോദ്യം, ഇത്രയും പ്രമാദമായൊരു കേസിന് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ മുഖ്യമന്ത്രിയെ സർവകക്ഷി സംഘം കണ്ടാലേ നടക്കുള്ളൂ? അങ്ങനെയാണോ നാട്ടിലെ രീതി? അതാണെന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പ്രസ്ഥാനം മനസ്സിലാവുന്നത്. ഏത് കേസിലും കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കണ്ടാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ പറഞ്ഞത്. ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഇത് ഈ നഗരത്തിലെ ഏറ്റവും പ്രമാദമായ സംസ്ഥാനത്ത് ഞെട്ടിച്ച കേസാണ്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആഭ്യന്തര വകുപ്പിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമല്ലോ. ഒരു ഫോൺ കോളിൻ്റെ വിഷയമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഈ ഭരണസമിതിയിൽ വിശ്വാസമില്ല. കാരണം ഈ പിണറായി വിജയൻ്റെ തണലിലാണ് ഇതെല്ലാം നടക്കുന്നതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും ഉറച്ച വിശ്വാസം. അങ്ങനൊരു വിശ്വാസം നിലനിൽക്കെ പിണറായി വിജയനെ കണ്ടിട്ട് എന്ത് കാര്യമുള്ളത്? അതുകൊണ്ടാണ് പിന്മാറാൻ പറഞ്ഞത്. കാരണം കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണത്താവട്ടെ, പ്ലാൻ കൊടുക്കലാവട്ടെ, ഏത് അഴിമതിയായാലും അതിന് പിന്നെ CPM ആണ്. CPM നടത്തുന്നത് പിണറായി വിജയൻ്റെ തണലിലാണ്. ആ പിണറായി വിജയനത്തിൽ പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അതിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് പിന്മാറാൻ പറഞ്ഞത്. ഇതിൻ്റെ കോടതി സമീപിക്കും ഞങ്ങൾ. അതായത് സർക്കാർ ഇതര സംവിധാനവും നീതിന്യായ സംവിധാനത്തിനോട് ഞങ്ങൾ സമീപിക്കും. അത് തെറ്റായിപ്പോയി. അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഞങ്ങളുടെ കൗൺസിൽ പാർട്ടി ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അർജന്റീന സമ്മതിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്മാറാൻ പറഞ്ഞത്. ഞാൻ ആവശ്യപ്പെട്ടതാണ്, DCC ആവശ്യപ്പെട്ടതാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും പ്രമാദമായ ഒരു കേസിൽ പോലീസ് കുറ്റപത്രം കൊടുക്കാൻ സർവകക്ഷി പോകണമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ മുഖ്യമന്ത്രി ആഭ്യന്തരം ഒന്നിനും കൊള്ളുന്നതല്ലേ? അങ്ങനെയുള്ളതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ആത്മാർത്ഥത അല്പമെങ്കിലും CPM-നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറ്റപത്രം കൊടുക്കും. അപ്പോൾ ആർക്കാണ് ആത്മാർത്ഥത മനസ്സിലാവുമല്ലോ. അല്ല, തെറ്റ് അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അത് എൻ്റെ അടുത്ത വിവരം അറിയിക്കാവുന്ന സമയത്ത് ഞങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അതുകൊണ്ട് പറ്റിയതാണ്. ഇതിനകത്ത് കോർപ്പറേഷൻ പാർട്ടി, കൗൺസിൽ പാർട്ടിയും UDF-ഉം കോൺഗ്രസുമായി ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ പോയിരിക്കില്ലല്ലോ. മറ്റൊരു കാര്യം, ഇന്നിപ്പോ പ്രതിപക്ഷം ശക്തമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ഈ കോർപ്പറേഷൻ ഭരണസമിതിക്ക് വലിയ സമരം നടത്തുന്നുണ്ട്. അപ്പം വീട് കയറി സമരം നടത്തുകയാണ്. ചാണ്ടിയുമ്മ വരുമെന്നായിരുന്നു പറയുന്നത്. ചാണ്ടിയും ഇന്ന് പുലർച്ചെ എത്തിയില്ല, പരിപാടിക്ക് എത്തിയില്ല. അത് ചിലർ തടഞ്ഞു എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർട്ടിയുടെ? പെട്ടിട്ടുണ്ട്. ഞാനത് ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടിയുമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. അല്ല, ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല. ഞാൻ അതിൽ പങ്കെടുക്കണമെന്ന് ചാണ്ടിയുമ്മനോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. പങ്കെടുത്തില്ല എന്ന് ഞങ്ങൾ പുറത്ത് അറിഞ്ഞത്. ഇല്ലെങ്കിൽ അതെന്താണ് ഞാൻ അന്വേഷിക്കും. ഉണ്ട്, ജില്ലയിലുണ്ട്. ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു. ഈ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും.